വരിവരിയായി പോകുന്ന ഉറുമ്പുകളുടെ ചലനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരേ വേഗതയിൽ നീങ്ങുന്ന ഉറുമ്പിൻ നിരയെ നമുക്ക് അനുകരിച്ചു നോക്കിയാലോ? വേട്ടയാടി നടന്ന ആദിമ മനുഷ്യൻ ഗുഹകളിൽ താമസിച്ച കാര്യം നമുക്കറിയാമല്ലോ. ഗുഹാമനുഷ്യൻ മൂർച്ചയേറിയ വസ്തുക്കൾ കൊണ്ട് ഗുഹകളിലുണ്ടാക്കിയ ചിത്രങ്ങൾ ധാരാളമായി പിൽക്കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഗുഹാചിത്രങ്ങളിലൊന്നായ മറയൂർ ഗുഹാചിത്രങ്ങളിൽ കാണുന്ന നർത്തകരുടെ ചിത്രത്തിന് 5000 വർഷത്തോളം പഴക്കമുണ്ട്. വേട്ടയാടുന്ന ചിത്രങ്ങൾക്കൊപ്പം കൈകൾ ഉയർത്തി ആനന്ദ നൃത്തം ചെയ്യുന്ന മനുഷ്യരൂപങ്ങളും കാണാം. ഇതുപോലെ തന്നെ ഇടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ, കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിലെ നർത്തകിമാരുടെ രൂപങ്ങൾ, തഞ്ചാവൂരിലെ സീതാവാസൽ ഗുഹകളിൽ കാണുന്ന ചിത്രങ്ങൾ, എല്ലോറ ഗുഹകളിലെ ചിത്രങ്ങൾ എന്നീ നർത്തകരുടെ ചിത്രങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് നൃത്തങ്ങൾക്ക് മനുഷ്യകുലത്തിൻ്റെ ഉൽപ്പത്തിയോളം തന്നെ പഴക്കമുണ്ട് എന്നാണ്. മനുഷ്യന്റെ സംസ്കാരങ്ങളോടൊപ്പം തന്നെ വളർന്നു വന്നതാണ് കലകൾ. ഈ ചരിത്ര വസ്തുതകളെല്ലാം തന്നെ തെളിയിക്കുന്നത് ആദിമ മനുഷ്യരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു കൊട്ടും പാട്ടും നൃത്തവും എന്ന് തന്നെയാണ്. ഒരു കയ്യടിയോടൊപ്പം ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുക. 2 കയ്യടിയോടൊപ്പം 2 ചുവട് മുന്നോട്ട് വയ്ക്കുക. 3 കയ്യടിയോടൊപ്പം 3 ചുവട് മുന്നോട്ട് വയ്ക്കുക. 4 കയ്യടിയോടൊപ്പം 4 ചുവട് പിന്നോട്ട് വയ്ക്കുക. 2 3 തവണ ഈ പ്രവൃത്തി തുടരുക. ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഒന്നിച്ച് വട്ടത്തിൽ നിന്നുകൊണ്ട് ഈ പ്രവർത്തനം ചെയ്യുക. ഇതിനു മുമ്പ് 3 4 ഗ്രൂപ്പുകളായി ഈ പ്രവർത്തനം ചെയ്തു നോക്കുക. അത്തരത്തിൽ ഗ്രൂപ്പുകളായി ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള ആകൃതിയിൽ നിന്നുകൊണ്ട് കളിക്കാവുന്നതാണ്. മൃഗങ്ങളുടെ ചലനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ മൃഗങ്ങളും ഒരുപോലെയാണോ നടക്കുന്നത്? അല്ല. ആന എങ്ങനെയാണ് നടക്കുന്നത്? പൂച്ച നടക്കുന്നത് എങ്ങനെയാണ്? കുരങ്ങൻ നടക്കുന്നത് എങ്ങനെയാണ്? മീനുകൾ നീന്തുന്നത് എങ്ങനെയാണ്? ആനയുടെയും മീനുകളുടെയും കുരങ്ങുകളുടെയും ചലനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവയെല്ലാം പാട്ടിനൊപ്പം ചലിച്ചാൽ എങ്ങനെയുണ്ടാകും? തത്തക്കം പിത്തക്കം മാന വരുന്നേ തത്തോം തകതോം തത്തോം. തത്തക്കം പിത്തക്കം മാന വരുന്നേ തത്തോം തകതോം തത്തോം. ഡക്കട്ട ഡക്കട്ട കുതിര വരുന്നേ ഡക് 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 ഡക്. ഡക്കട്ട ഡക്കട്ട കുതിര വരുന്നേ ഡക് 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 ഡക്. മീനുകൾ നീന്തി കളിക്കണ കണ്ടോ ചാം ചച്ചം ചാം ചച്ചം. മീനുകൾ നീന്തി കളിക്കണ കണ്ടോ ചാം ചച്ചം ചാം ചച്ചം. പ്രകൃതിയുടെ സർവ്വചരാചരങ്ങളിലും ഒരു താളം നമുക്ക് കാണാൻ പറ്റും. ഈ താളവും ചലനാത്മകതയുമാണ് പ്രകൃതിയെ സജീവമായി നിലനിർത്തുന്നത്. ഓരോ ജീവിയെയും അനുകരിച്ചപ്പോൾ കൈയും കാലും മുഖവുമൊക്കെ എങ്ങനെയാണ് ചലിക്കുന്നത് എന്നുകൂടി ശ്രദ്ധിക്കുക. 1958 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഇൻഡ്യാനയിൽ ജനിച്ച മൈക്കൽ ജോസഫ് ജാക്സൺ എന്ന മൈക്കൽ ജാക്സൺ തൻ്റെ ചടുലമായ നൃത്തം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച കലാകാരനാണ്. മൈക്കൽ ജാക്സന്റെ മൂൺ വാക്ക് എന്ന പ്രശസ്തമായ നൃത്തച്ചുവടുകൾക്ക് ലോകമെങ്ങും ഇന്നും ആരാധകർ ഏറെയുണ്ട്. ഗ്രാമി അവാർഡുകൾ, ഗോൾഡൻ ഗ്ലോബ് അവാർഡ്, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് എന്നിവ ലഭിച്ച അംഗീകാരങ്ങളിൽ ചിലത് മാത്രമാണ്. 2009 അദ്ദേഹം അന്തരിച്ചു. ചില പ്രധാന നൃത്തരൂപങ്ങളുടെ ചിത്രങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. ഇവ ഏതാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാമോ?
മലപ്പുറം ജില്ലയിലെ പൊന്നാനി, തിരൂർ, പെരിന്തൽമണ്ണ എന്നീ പ്രദേശങ്ങളിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ചവിട്ടുകളി. 10 മുതൽ 16 പേർ അടങ്ങുന്ന സംഘം വട്ടത്തിൽ നിന്ന് പാട്ടിനനുസൃതമായി ഏറ്റുപാടി ചുവടുകൾ വെച്ചാണ് ചവിട്ടുകളി കളിക്കുന്നത്. നമുക്കിനി 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു നാടൻ പാട്ടിന്റെ താളത്തിനൊത്ത് ചുവട് വയ്ക്കാം. പഴനിമലദേവാണ്ടവനെ നമ്മ തൊഴുപതുക്ക് രാമ പോകിലമ്മ. ക്യാരമടദേവാണ്ടവനെ നമ്മ തൊഴുപതുക്ക് രാമ പോകിലമ്മ. കുറുതമലദേവാണ്ടവനെ നമ്മ തൊഴുപതുക്ക് രാമ പോകിലമ്മ. മല്ലിസ്വരദേവാണ്ടവനെ നമ്മ തൊഴുപതുക്ക് രാമ പോകിലമ്മ. ഓരോ നാടിനും നാട്ടുകാർക്കും അവരുടെ ജീവിത ചുറ്റുപാടിൽ നിന്നും ഉണ്ടായ ആട്ടവും പാട്ടുമൊക്കെയുണ്ട്. ഇവയാണ് പ്രാദേശിക നൃത്തങ്ങൾ. അത്തരത്തിലുള്ള വയനാട്ടിലെ ഒരു പ്രാദേശിക നൃത്തമാണ് കമ്പാര നൃത്തം. വയനാട്ടിലെ അടിയാർ എന്ന ആദിവാസി സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട നൃത്തമാണ് കമ്പാര നൃത്തം. ഞാറു നടുമ്പോൾ തന്നെ ആടുകയും പാടുകയും ചെയ്യുന്ന അവതരണ രീതിയാണ് കമ്പാര നൃത്തത്തിൻ്റേത്. ഗോത്രഭാഷയിലുള്ള പാട്ടിന് അകമ്പടിയായി തുടിയും കുഴലുമാണ് ഉപയോഗിക്കുന്നത്. തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ അവതരിപ്പിച്ചു വരുന്ന പ്രാചീന കലാരൂപമാണ് കുമ്മാട്ടി. അനുഷ്ഠാനാംശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സാംസ്കാരിക തനിമയുടെയും ആചാരസങ്കല്പങ്ങൾ ഒത്തിണങ്ങിയ സാമൂഹിക വിനോദമാണ്. കുമ്മാട്ടിയിൽ പാള കൊണ്ടും തടി കൊണ്ടുമുള്ള പൊയ്മുഖങ്ങളിൽ എണ്ണക്കരി, കാവി, ചുണ്ണാമ്പ്, നീലം, മഞ്ഞൾ തുടങ്ങിയ നാടോടി ചായങ്ങളാണ് ഉപയോഗിക്കുന്നത്. മുഖ ആവരണങ്ങളിലെ വർണ്ണത്തിനും അതിൻ്റേതായ ചില അർത്ഥങ്ങളുണ്ട്. ശരീരം മറയ്ക്കാൻ ഔഷധ ഗുണമുള്ള പർപ്പടക പുല്ല് മെടഞ്ഞ് കെട്ടിവെക്കുന്നു. എന്നാൽ പന്നിവേഷത്തിന് ഉണങ്ങിയ വാഴയിലയാണ് ഉപയോഗിക്കുന്നത്. 8-10 പ്രധാന വേഷക്കാരും 5-6 മറ്റു വേഷക്കാരും ചെണ്ടമേളവും ആർപ്പും കുരവയുമായി ആഘോഷ തിമിർപ്പിലാണ് കുമ്മാട്ടികൾ ഇറങ്ങുന്നത്. കോലുകൾ കൊട്ടിക്കൊണ്ടുള്ള കളിയാണ് കോൽക്കളി. കേരളത്തിലെ വിവിധയിടങ്ങളിൽ ഹിന്ദു മുസ്ലിം വിഭാഗക്കാർക്കിടയിൽ കോൽക്കളി പ്രചാരത്തിലുണ്ട്. കളിക്കാരുടെ താളാത്മകമായ ചുവടുകൾ കോൽക്കളിയുടെ സവിശേഷതയാണ്. വന്ദനക്കളി, വട്ടക്കോൽ, ഇരുന്നുകളി, തടുത്തുകളി എന്നിവ കോൽക്കളിയുടെ വിവിധ അവതരണ രീതികളാണ്. ലോകത്തിലെ മറ്റ് നൃത്തരൂപങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഭാരതത്തിലെ നൃത്തകല. കഥയും സാഹിത്യവും പ്രയോഗവും ഇത്രമേൽ അനുഷ്ഠാന തീവ്രമായ മറ്റൊരു നൃത്ത പദ്ധതി ഭാരതത്തിലേതുപോലെ വേറെ ഉണ്ടാവില്ല. പല നാട്ടിലും പല ദേശത്തും അതിൻ്റേതായ രൂപത്തിലും ഭാവത്തിലും നൃത്തം നിലനിന്നു പോരുന്നു. വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ അവരുടെ ജീവിത രീതിയുമായും കാർഷിക വൃത്തിയുമായും ബന്ധപ്പെട്ട നൃത്തരൂപങ്ങൾ നിലവിലുണ്ട്. അതിലൊന്നാണ് പഞ്ചാബിലെ ഭാൻ നൃത്തം. പഞ്ചാബിലെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട നൃത്തരൂപമാണ് ഭാൻഗ്ര അഥവാ ഭാൻ. പല വർണ്ണങ്ങളിലുള്ള തലപ്പാവും മിന്നുന്ന കുപ്പായവും ലുങ്കിയും ദുപ്പട്ടയുമൊക്കെയായി നിറങ്ങളുടെ ആഘോഷം തന്നെയാണ് ഭാൻഗ്ര നൃത്തം.
ഡോലക് എന്ന വാദ്യോപകരണം കൊട്ടിക്കൊണ്ട് ആളുകൾ വട്ടം കൂടി നിന്നാണ് ഭാൻ നൃത്തം അവതരിപ്പിക്കുന്നത്. ഇതിൽ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ പങ്കാളികളാകുന്നു. ഉത്സവ പ്രതീതി ഉണർത്തുന്ന ഈ നൃത്തരൂപം ഏറെ ആസ്വാദ്യകരമാണ്. നമുക്കിനി 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഭാൻ നൃത്തം അവതരിപ്പിക്കാം. നമുക്ക് ഒട്ടനവധി വിളവെടുപ്പ് ഉത്സവങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും അവരുടേതായ വിളവുത്സവങ്ങളും നൃത്തങ്ങളുമുണ്ട്. ആസാമിലെ വിളവെടുപ്പ് ആഘോഷവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് അവതരിപ്പിക്കുന്ന സംഘനൃത്തമാണ് ബിഹു. നാടോടിപ്പാട്ടിൻ്റെ ഇനങ്ങൾക്കൊപ്പം ഡോൽ, പുല്ലാങ്കുഴൽ തുടങ്ങിയ സംഗീത ഉപകരണങ്ങളും നൃത്തത്തിന് അകമ്പടിയേകുന്നു. തോളുകളും അരക്കെട്ടും പ്രത്യേക രീതിയിൽ താളത്തിൽ ചലിപ്പിച്ചുകൊണ്ടാണ് ബിഹു നർത്തകർ ചുവടുവയ്ക്കുന്നത്. പഞ്ചാബിലെ ഭാൻഗ്ര നൃത്തം പോലെ ആസാമിലെ കാർഷിക നൃത്തമാണ് ബിഹു. ഭാൻ നൃത്തത്തിൻ്റെയും ബിഹു നൃത്തത്തിൻ്റെയും അവതരണത്തിൽ നിങ്ങൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് മനസ്സിലാക്കിയത്? പഴയ ബ്രിട്ടീഷ് കൊച്ചിയിലും പരിസരത്തുമുള്ള കത്തോലിക്കരുടെ ഇടയിൽ വളരെ പ്രചാരമുള്ള ഒരു കലാരൂപമാണ് ചവിട്ടുനാടകം. ചവിട്ടുനാടകങ്ങളുടെ ഇതിവൃത്തം വേദപുസ്തക അധിഷ്ഠിതമോ പാശ്ചാത്യ ചരിത്രപരമായ സംഭവങ്ങളോ ആയിരിക്കും. തുർക്കികൾക്കെതിരെ കുരിശുയുദ്ധം നടത്തിയ കാറൽമാൻ ചക്രവർത്തിയുടെ കഥയായ കാറൽമാൻ ചരിതമാണ് സാധാരണയായി അവതരിപ്പിച്ചു പോരുന്നത്. വർണ്ണാഭമായ വേഷവിധാനത്തോടുകൂടിയാണ് കഥാപാത്രങ്ങൾ അരങ്ങത്തു വരുന്നത്. ചവിട്ടുനാടകകലയെ അടുക്കും ചിട്ടയും നൽകി സംവിധായക മികവോടെ പുനരുജ്ജീവിപ്പിച്ചതിൽ പ്രധാനിയാണ് ജോർജ് കുട്ടി ആശാൻ. മുകളിലേക്ക് നോക്കി നെറ്റിയിൽ കക്കുവെച്ച് കളങ്ങളുടെ വരയിൽ ചവിട്ടാതെയും കക്ക് താഴെ വീഴാതെയും ഒരു കളത്തിൽ നിന്നും അടുത്ത കളത്തിലേക്ക് ചാടുക. കൂടുതൽ കളങ്ങൾ ചാടിയാൽ വിജയിക്കും. കക്ക് കളിക്കുമ്പോൾ തലയിലെ കക്ക് വീഴാതിരിക്കാൻ കൂടുതൽ ശരീര നിയന്ത്രണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തലയിലെ വസ്തു വീഴാതിരിക്കാൻ ശ്രദ്ധയോടെ കക്ക് കളിച്ച നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കാമോ? ഇതുപോലെ തലയിൽ വസ്തുക്കൾ വെച്ചുകൊണ്ട് ചെയ്യുന്ന വിവിധ നൃത്തരൂപങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആന്ധ്രാപ്രദേശിന്റെ തനത് നൃത്തരൂപമാണ് കുച്ചിപ്പുടി. കൃഷ്ണ ജില്ലയിലെ കുച്ചിപ്പുടി എന്ന ഗ്രാമത്തിൽ ഉടലെടുത്തതുകൊണ്ട് തന്നെ കുച്ചിപ്പുടി എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. തലയിൽ കുടം വെച്ചും തളികയിൽ കയറി നിന്നുമുള്ള ഈ നൃത്തത്തിൻ്റെ അവതരണം ഏറെ ആകർഷകമാണ്. ഓരോരുത്തരും വെള്ളം നിറച്ച കുപ്പി തലയിലോ തോളിലോ കയ്യിലോ വെച്ച് സംഘമായി ശരീര നിയന്ത്രണത്തോടുകൂടി ചലിച്ചു നോക്കൂ. ഇന്നലെ നമ്മൾ കണ്ട കുച്ചിപ്പുടി ആ കുട്ടി തലയിൽ കുടം വെച്ച് കളിക്കുന്ന കാണാൻ എന്ത് ഭംഗിയായിരുന്നല്ലേ. നമ്മളെ കൂട്ടത്തിൽ അത് ആർക്കെങ്കിലും പറ്റുമോ? എനിക്ക് പറ്റും. എന്നാ നീ ഒന്ന് ചെയ്. ഒരു കുപ്പി ഉണ്ടോ ആരെങ്കിലും? ഇല്ല. ഇനി ഞാനും ചെയ്യാം. ഇനി ഞാനിത് കയ്യിൽ വെച്ച് ചെയ്യാം. കുപ്പി താഴെ വീഴാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത് എന്ന് പറയൂ. കളിയിലൂടെ എന്തെല്ലാം തരത്തിലുള്ള മികവുകളാണ് നേടാൻ സാധിച്ചത്? ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് മിക്ക നൃത്തരൂപങ്ങളും അവതരിപ്പിക്കുന്നത്. കുച്ചിപ്പുടി പോലെ വസ്തുക്കൾ ശരീരഭാഗങ്ങളിൽ വെച്ച് ബാലൻസ് ചെയ്തുകൊണ്ടുള്ള നൃത്തരൂപങ്ങൾ നമുക്ക് നോക്കാം. കാവടി, അമ്മൻകുടം എന്നീ കലാരൂപങ്ങളുടെ ചിത്രങ്ങൾ നോക്കൂ. അവയിലെല്ലാം തന്നെ ശരീരഭാഗങ്ങളിൽ വസ്തുക്കൾ വെച്ച് ചെയ്യുന്ന നൃത്തങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. വരൾച്ചയുടെ ഒരിടം. കിലോമീറ്ററുകളോളം നടന്ന് കുടങ്ങൾ തലയിൽ ചുമന്നാണ്
അവിടെ ജനങ്ങൾ വെള്ളം കൊണ്ടുവരുന്നത്. മേൽക്കുമേൽ അടുക്കി വെച്ച 5ഉം 6ഉം കുടങ്ങളിൽ വെള്ളം ചുമന്നു വരുന്ന രാജസ്ഥാനി സ്ത്രീകളുടെ ചിത്രം വരൾച്ചയുടെ ഗൗരവം കാണിക്കുന്നു. ആ ദുരിത സാഹചര്യത്തിലൂടെയാണ് ഭാവൈ രൂപപ്പെട്ടത്. തകതാരോം തിത്തോം തകതാരോ തിനന്തിനന്താരോ തെയ്യോം തകതാരോം തിത്തോം തകതാരോ തിനന്തിനന്താരോ രാമിക്കന്താരോ മേരിക്കന്തേരോ രാമിക്കന്താരോ മേരിക്കന്തേരോ അപ്പരുന്തി പരുന്തേ പരുന്തേ മാനത്തെ ചെമ്പരുന്തേ മാനത്തോടങ്ങിയും പായും പരുന്തേ മാനത്തെ ചെമ്പരുന്തേ പരുന്തേ അടിവരു പരുന്തേ തെയ്യോം തകതാരോം തിത്തോം തകതാരോ തിനന്തിനന്താരോ തെയ്യോം തകതാരോം തിത്തോം തകതാരോ തിനന്തിനന്താരോ രാമിക്കന്താരോ മേരിക്കന്തേരോ രാമിക്കന്താരോ മേരിക്കന്തേരോ കളകളി കണ്ട് നിൽക്കും പരുന്തേ മനത്തെ ചെമ്പരുന്തേ കാളയെ വന്നിങ്ങിറഞ്ചും പരുന്തേ മനത്തെ ചെമ്പരുന്തേ പരുന്തേ അടിവരു പരുന്തേ തെയ്യോം തകതാരോം തിത്തോം തകതാരോ തിനന്തിനന്താരോ തെയ്യോം തകതാരോം തിത്തോം തകതാരോ തിനന്തിനന്താരോ രാമിക്കന്താരോ മേരിക്കന്തേരോ രാമിക്കന്താരോ മേരിക്കന്തേരോ അനകളി കണ്ട് നിൽക്കും പരുന്തേ മനത്തെ ചെമ്പരുന്തേ ആനയെ വന്നിങ്ങിറഞ്ചും പരുന്തേ മനത്തെ ചെമ്പരുന്തേ പരുന്തേ അടിവരു പരുന്തേ തെയ്യോം തകതാരോം തിത്തോം തകതാരോ തിനന്തിനന്താരോ തെയ്യോം തകതാരോം തിത്തോം തകതാരോ തിനന്തിനന്താരോ രാമിക്കന്താരോ മേരിക്കന്തേരോ രാമിക്കന്താരോ മേരിക്കന്തേരോ അടുകളി കണ്ട് നിൽക്കും പരുന്തേ മനത്തെ ചെമ്പരുന്തേ ആടിനെ വന്നിങ്ങിറഞ്ചും പരുന്തേ മനത്തെ ചെമ്പരുന്തേ പരുന്തേ അടിവരു പരുന്തേ തെയ്യോം തകതാരോം തിത്തോം തകതാരോ തിനന്തിനന്താരോ തെയ്യോം തകതാരോം തിത്തോം തകതാരോ തിനന്തിനന്താരോ രാമിക്കന്താരോ മേരിക്കന്തേരോ രാമിക്കന്താരോ മേരിക്കന്തേരോ മയിലുകളി കണ്ട് നിൽക്കും പരുന്തേ മനത്തെ ചെമ്പരുന്തേ മയിലിനെ വന്നിങ്ങിറഞ്ചും പരുന്തേ മനത്തെ ചെമ്പരുന്തേ പരുന്തേ അടിവരു പരുന്തേ തെയ്യോം തകതാരോം തിത്തോം തകതാരോ തിനന്തിനന്താരോ തെയ്യോം തകതാരോം തിത്തോം തകതാരോ തിനന്തിനന്താരോ രാമിക്കന്താരോ മേരിക്കന്തേരോ രാമിക്കന്താരോ മേരിക്കന്തേരോ. വിവിധ ജീവികളുടെ ഗ്രൂപ്പുകളായി തിരിയുക. മയിലുകളുടെ സംഘം, കാളകളുടെ സംഘം, ആടുകളുടെ സംഘം എന്നിങ്ങനെ തിരിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവർ എല്ലാം ചേർന്ന് ആനകളുടെ ഒരു സംഘം ഉണ്ടാക്കുക. ഓരോ മൃഗത്തെയും സൂചിപ്പിക്കുന്നതിനായി വേഷവിധാനത്തിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ നിങ്ങൾ ചെയ്തു? നമുക്ക് ചുറ്റും എളുപ്പത്തിൽ ലഭ്യമാകുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഓരോ മൃഗത്തിൻ്റെയും രൂപത്തിലേക്ക് മാറാൻ ശ്രമിച്ചു നോക്കാം. ഓരോ സംഘവും പാട്ടിലെ വരികൾ പറയുന്ന ജീവികളുടെ ചലനങ്ങൾ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചുവടുകൾ വയ്ക്കണം. ആദ്യം മയിലായി വന്നവർ രണ്ടാം ഘട്ടത്തിൽ കുതിരയായും ആനയായും കാളയായും ഒക്കെ മാറി മാറി ചെയ്തു നോക്കുക. ഇത്തരത്തിൽ ചുവടുകൾ മാറി മാറി ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് തോന്നിയത് എന്ന് പറയൂ. നമ്മുടെ കൈ ഉപയോഗിച്ച് ചിറകുകൾ അടിക്കുന്നത് പോലെയാണ് നമ്മൾ പരുന്തിനെ സൂചിപ്പിച്ചത്. കാളയ്ക്ക് നമ്മൾ കൈമുദ്രകൾ വെച്ച് കൊമ്പ് പോലെ കാണിച്ചു. ആനയ്ക്ക് തുമ്പിക്കൈ പോലെ കൈകൾ കൊണ്ട് ആട്ടി കാണിച്ചു. മയിലിന് നമ്മൾ ചെയ്തത് ഷോള് പുറകിൽ കെട്ടി മയിലുകൾ പീലി വിടർത്തുന്നത് പോലെ നമ്മൾ ഷോള് വിടർത്തി കാണിച്ചു. ഏതു വേഷമാണ് കൂടുതൽ സന്തോഷം തന്നത് എന്ന് പറയുക. കച്ചിഗോധി പൊയ്ക്കാൽ കുതിര നൃത്തം. വൈക്കോലും കടലാസും മറ്റു പാഴ്വസ്തുക്കളും കൊണ്ട് നിർമ്മിച്ച പൊയ്ക്കുതിരയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന നൃത്തങ്ങളാണിത്. നൃത്തം ചെയ്യുന്ന ആളിൻ്റെ കാലിൽ പൊയ്ക്കാലുകൾ, അതായത് തടി കൊണ്ട് നിർമ്മിച്ച കാലുകളുടെ രൂപം കെട്ടിവച്ചാണ് ചുവടുവയ്ക്കുന്നത്. കുതിരയുടെ സഞ്ചാര രീതിയെ അനുസ്മരിപ്പിക്കുന്നതാണ് പൊയ്ക്കാൽ കുതിരയുടെയും കച്ചിഗോധിയുടെയും ചുവടുകൾ. ഈ നൃത്തരൂപങ്ങൾക്ക് സമാനമായ നിരവധി നൃത്തരൂപങ്ങൾ പലയിടങ്ങളിലായി നിലവിലുണ്ട്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ വിവിധ പ്രദേശങ്ങളിൽ പ്രചാരത്തിലുള്ള ഒരു നാടോടി നൃത്തരൂപമാണ് മയൂര നൃത്തം.
മയിലിൻ്റെ രൂപചലന സവിശേഷതകൾ അടിസ്ഥാനമാക്കിയാണ് മയൂര നൃത്തം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ പ്രദേശത്തെയും വേഷചമയ രീതികൾ അതത് പ്രദേശത്തെ മയൂര നൃത്ത അവതരണത്തെ സവിശേഷമാക്കുന്നു. ആദിമ മനുഷ്യൻ്റെ പ്രതിരൂപമാണ് വൈക്കോൽ കരടി നൃത്തത്തിൻ്റെ ആവിഷ്കാരം. കാഴ്ചയിൽ വലിയ കരടിയെ ഓർമ്മിപ്പിക്കുന്നതാണ് വേഷം. ജർമ്മനിയിൽ സമൃദ്ധമായ വിളവെടുപ്പിനായി ചെയ്യുന്നതാണ് ഈ നൃത്തം. വൈക്കോൽ കൊണ്ടാണ് വേഷമൊരുക്കുന്നത്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പലയിടങ്ങളിൽ ചെയ്തു വരുന്ന ലയൺ ഡാൻസിൽ സിംഹത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വേഷവും ചലനങ്ങളുമാണുള്ളത്. സിക്കിം, അരുണാചൽ, ബംഗാൾ, ചൈന, ഹോങ്കോങ്, ജപ്പാൻ എന്നിവിടങ്ങളിൽ ലയൺ ഡാൻസ് അവതരിപ്പിച്ചു വരുന്നു. ജർമ്മനി, ഓസ്ട്രിയ, ഇംഗ്ലണ്ട്, അയർലൻഡ്, പോളണ്ട് എന്നിവിടങ്ങളിലെല്ലാം സമാനമായ നൃത്തരൂപങ്ങൾ നിലവിലുണ്ട്. ചൈനയിലെ പുതുവർഷത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന നൃത്തമാണ് ഡ്രാഗൺ നൃത്തം. ഈ നൃത്തം അവതരിപ്പിക്കുന്നതിലൂടെ ഐശ്വര്യവും സമൃദ്ധിയും കൈവരുന്നുവെന്നാണ് ചൈനക്കാരുടെ വിശ്വാസം. കണ്ടിട്ടുണ്ടോ ഇതുപോലെ 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 പുഴയൊഴുകുന്നത് കണ്ടിട്ടുണ്ടോ ഇതുപോലെ 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 മീനിലോടുന്നത് കണ്ടിട്ടുണ്ടോ ഇതുപോലെ 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 മാനോടുന്നത് കണ്ടിട്ടുണ്ടോ ഇതുപോലെ 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 മരമാടുന്നത് കണ്ടിട്ടുണ്ടോ ഇതുപോലെ 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 ഇതുപോലെ. നാം നിത്യജീവിതത്തിൽ കൈകൾ കൊണ്ട് ധാരാളം ആംഗ്യങ്ങൾ കാണിക്കാറില്ലേ? ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനനുയോജ്യമായി കൈകൾ വീശിയും ചുഴറ്റിയും നീട്ടിയും മടക്കിയും ഒക്കെ ചലിപ്പിക്കാറുണ്ടല്ലോ. അത്തരം ചലനങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നതും പറയുന്ന കാര്യം കൂടുതൽ വ്യക്തമാക്കുന്നതുമാണ്. ഈ ആംഗ്യങ്ങൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കുന്നത്? കൈവിരലുകൾ മാത്രം ഉപയോഗിച്ച് എന്തെല്ലാം ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കും? ചെയ്തു നോക്കൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയം ആംഗ്യങ്ങളിലൂടെ വ്യക്തമാക്കാൻ സാധിച്ചുവോ? സാധാരണ ജീവിതത്തിൽ ഒരാശയത്തെ കൂടുതൽ വ്യക്തമാക്കാൻ നമ്മൾ ആംഗ്യങ്ങൾ പ്രയോഗിക്കുന്നത് പോലെ നൃത്തത്തിലും ആംഗ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. മുദ്രകളാണ് നൃത്തത്തിലെ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ആംഗ്യങ്ങൾ. നിങ്ങൾ സ്ക്രീനിൽ കണ്ട ആംഗ്യങ്ങൾ നൃത്തത്തിലെ മുദ്രകളാണ്. അവ മുദ്രാഖ്യം, ശിഖരം, സൂചി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇത്തരത്തിൽ നിരവധി മുദ്രകൾ നൃത്തത്തിൽ ഉപയോഗിക്കാറുണ്ട്. ചിത്രത്തിലെ മുദ്രകൾ നോക്കി അതുപോലെ അവതരിപ്പിച്ചു നോക്കൂ. പരിശീലനത്തിലൂടെ കൂടുതൽ മെച്ചപ്പെടുത്താവുന്നതാണ്. നൃത്തത്തിലെ മുദ്രകളിൽ ചിലത് മാത്രമാണ് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടത്. ഭാരതത്തിൽ രചിക്കപ്പെട്ട ഹസ്തമുക്താവലി, ഹസ്തലക്ഷണദീപിക, കരദീപിക തുടങ്ങിയ നാട്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ മുദ്രകൾക്ക് വേണ്ടി മാത്രം രചിക്കപ്പെട്ടവയാണ്. ഭാരതീയ നൃത്തകലയിലെ അനശ്വര നാമമാണ് ഗുരു ഗോപിനാഥിൻ്റേത്. കേരളത്തിൽ കുട്ടനാട്ടിൽ ജനിച്ച ഗുരു ഗോപിനാഥ് ഇന്ത്യൻ നൃത്തകലയുടെ യശസ് ലോകം മുഴുവൻ എത്തിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചു. കേരള നടനത്തിൻ്റെ ഉപജ്ഞാതാവായ ഗുരു ഗോപിനാഥ് കഥകളിയിലും പ്രാവീണ്യം നേടി. കഥകളിയുടെ ലളിതവൽകൃത രൂപമാണ് കേരള നടനം. രാംലീല, രാമായണ തുടങ്ങിയ ബാലകളുടെ സംവിധായകൻ കൂടിയായ അദ്ദേഹത്തിന് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡും കേരള സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്.